മുതിർന്ന മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ സി.എ. കൃഷ്ണൻ രചിച്ച മധ്യകേരളത്തിന്റെ കഴിഞ്ഞകാല പത്രവിശേഷങ്ങളെ അടയാളപ്പെടുത്തുന്ന പുസ്തകം വൃത്താന്തവൃത്തം പ്രകാശനം ചെയ്തു. തൃശൂർ പ്രസ് ക്ലബ്ബ് ഹാളിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല പ്രകാശനം നിർവഹിച്ചു. മുതിർന്ന മാധ്യമപ്രവർത്തകനും തൃശൂർ പ്രസ് ക്ലബ്ബ് മുൻ പ്രസിഡന്റുമായ എ. സേതുമാധവൻ പുസ്തകം ഏറ്റുവാങ്ങി. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് എം.ബി. ബാബു അധ്യക്ഷത വഹിച്ചു. രാജൻ ജെ പല്ലൻ എം.എൽ.എ, തൃശൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ എം. പ്രസാദ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ എൻ. ശ്രീകുമാർ, പ്രസ് ക്ലബ്ബ് സെക്രട്ടറി രഞ്ജിത്ത് ബാലൻ എന്നിവർ പങ്കെടുത്തു. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂരിന്റെ പത്രപ്രവർത്തനത്തിന്റെ ആസ്ഥാന മന്ദിരമായ തൃശൂർ പ്രസ് ക്ലബ്ബ് സ്ഥാപിച്ച് അരനൂറ്റാണ്ടടുക്കുന്ന വേളയിൽ തൃശൂരിലെ പഴയകാല പത്രപ്രവർത്തനത്തെക്കുറിച്ചും പ്രഗത്ഭരായ പത്രപ്രവർത്തകരെക്കുറിച്ചും വിശദമായി പ്രതിപാദിക്കുന്ന ഈ ഗ്രന്ഥം നിലവിലെ പത്രപ്രവർത്തന സമൂഹത്തിനും ഭാവി തലമുറയ്ക്കും വലിയൊരു മുതൽക്കൂട്ടാണ്. പ്രസ് ക്ലബ്ബിന്റെ തുടക്കം മുതലുള്ള പ്രവർത്തനങ്ങളിൽ ഒപ്പമുണ്ടായിരുന്ന, ദീർഘകാലം കേരള കൗമുദി തൃശൂർ ബ്യൂറോ ചീഫ് എഡിറ്റർ കൂടിയായിരുന്ന വ്യക്തിയാണ് സി.എ. കൃഷ്ണൻ. കഴിഞ്ഞുപോയ കാലത്തിന്റെ സുവർണ സ്മരണകളെയും പുതിയ കാലത്തിന്റെ വിസ്മയ കാഴ്ചകളെയും കോർത്തിണക്കുന്ന വൃത്താന്തവൃത്തത്തിൽ മലയാളത്തിന്റെ മാധ്യമ ചരിത്രത്തിൽ ഇതുവരെ രേഖപ്പെടുത്തി കാണാത്ത നിരവധി വ്യക്തികളെയും സംഭവങ്ങളെയും കൂടി പ്രതിപാദിക്കുന്നുണ്ട്. കേരളത്തിന്റെ മാധ്യമ ചരിത്രത്തിന് വലിയ മുതൽക്കൂട്ടായേക്കാവുന്ന ഈ പുസ്തകം പ്രസ് ക്ലബിന്റെ സുവർണ ജൂബിലിയിൽ തന്നെ പ്രസ് ക്ലബിനുള്ള ഒരു ഉപഹാരമായി പുറത്തിറക്കാൻ സാധിച്ചതിൽ അഭിമാനമുണ്ടെന്ന് പുസ്തകത്തിന്റെ പ്രസാധകരായ ഗ്രീൻ ബുക്സ് അറിയിച്ചു. കേരള സർക്കാർ പൊതുഭരണ വകുപ്പിൽ മുൻ മുഖ്യമന്ത്രി കെ. കരുണാകരൻ, ഗതാഗത മന്ത്രി കെ. ബാലകൃഷ്ണൻ എന്നിവരുടെ പ്രസ് സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ച സി.എ. കൃഷ്ണൻ തൃശൂർ അമല നഗറിലെ ചൂരക്കാട്ടുകരയിലെ ചെമ്മങ്ങാട്ടുവളപ്പിൽ കുടുംബാംഗമാണ്. ചൂരക്കാട്ടുകര ഗവൺമെന്റ് യു.പി. സ്കൂൾ, പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ ഗുരുകുല വിദ്യാമന്ദിരം, തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജ് എന്നിവിടങ്ങളിൽ പഠനം പൂർത്തിയാക്കിയ ഇദ്ദേഹം പത്രപ്രവർത്തനം ആരംഭിച്ചത് 1979 മാതൃഭൂമിയിലായിരുന്നു. തുടർന്ന് 30 വർഷം തൃശൂർ എക്സ്പ്രസിലും കേരള കൗമുദിയിലുമായി ജോലി ചെയ്തു. തൃശൂരിലും പാലക്കാടും പ്രസ് ക്ലബ്ബ് സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ തൃശൂർ കുറ്റൂരിലെ ഹെവൻലി വില്ലാസിലാണ് താമസം. റിട്ടയേർഡ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക എം.കെ. അംബികയാണ് ഭാര്യ. ATK ന്യൂസ്, തൃശൂർ.